ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൽ നീ ടെൻഷൻ അടിക്കുന്ന വ്യക്തിയാണോ? അമിതമായ വ്യഗ്രത നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വട്ടമിട്ട് നിന്നെ പിടിക്കുന്നുണ്ടോ? ഒന്ന് പറയട്ടെ, എന്താ ഈ ടെൻഷൻ എന്ന് പറയുക? നീ നിന്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ, പ്രത്യേകിച്ച് പരിക്കനായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നീ തലേ കൈവയ്ക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ട് പറയും, ഇത് ഞാൻ എങ്ങനെ ഇതിനെ തരണം ചെയ്യും? ഞാൻ എങ്ങനെ? പ്രതിസന്ധികളുടെ നടുവിൽ നീ നിന്നിലേക്ക് നോക്കിക്കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ നടത്തുന്ന ശ്രമത്തിന് പറയുന്ന പേരാ ടെൻഷൻ എന്ന് പറയുക. ഞാൻ എങ്ങനെ? ടെൻഷൻ മാറ്റാനുള്ള മാർഗം എന്നാ? ഈ ഞാൻ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നീ പറയണം, ഇത് തരണം ചെയ്യാൻ എനിക്ക് എൻ്റെ ദൈവമുണ്ട്. അവിടെ നീ അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, നീ ചുമക്കേണ്ട കാര്യമില്ല. ഇത് കടന്നു പോകാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. എന്ത് വന്നാലും എൻ്റെ ദൈവം ഞാൻ എന്നത് മാറ്റിയിട്ട് എൻ്റെ ദൈവം എന്നൊരു ചിന്ത നീ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചാൽ പിന്നെ ടെൻഷനില്ല. മാത്രമല്ല, നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതനുഭവിക്കാൻ ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം ഈ വ്യക്തിക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയിൽ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിൽ, എപ്പോഴും ഭയത്തോടു കൂടി ജീവിതത്തെ നോക്കുന്ന പ്രകൃതങ്ങളുണ്ടെങ്കിൽ നിന്റെ നാമത്തിലെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി നോക്കുവാൻ, പ്രതിസന്ധികൾ വരുമ്പോൾ നീ ഇടപെടുന്ന ബോധ്യത്തിൽ ആ പ്രതിസന്ധികളിലേക്ക് നോക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ ശക്തിപ്പെടുത്തണമേ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ചിന്താരീതികളും ഈ വ്യക്തിയിൽ നിന്ന് ഈ നിമിഷം നിന്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ.